ജനഹൃദയങ്ങളിൽ ഇടം പിടിച്ച ജീവ മിൽക്ക് പ്രവർത്തന പാതയിൽ 25 വർഷം പിന്നിടുന്നു. ജൂബിലി വർഷത്തിൽ ഉൽപാദനം 77,000 ലിറ്ററായി ഉയർത്താൻ സാധിച്ചതിന്റെ സന്തോഷത്തിലാണ് സ്ഥാപന അധികൃതർ. ഗ്രാമീണ ക്ഷീര കർഷകരുടെ ഉന്നമനത്തിനു വേണ്ടി കോതമംഗലം രൂപത നേതൃത്വം നൽകുന്ന ഹൈറേഞ്ച് ഡെവലപ്മെന്റ് സെന്റർ എന്ന ജീവകാരുണ്യ പ്രസ്ഥാനത്തിന്റെ കീഴിൽ ഊന്നുകല്ല് പരീക്കണ്ണിയിൽ തുടക്കം കുറിച്ച സംരംഭമാണ് ജീവ മിൽക്ക്. പ്രവർത്തന പാതയിൽ 25 വർഷം പിന്നിട്ട് ഇന്ന് ജൂബിലി നിറവിലുള്ള ഈ പ്രസ്ഥാനം പാൽ ഉൽപ്പന്നങ്ങളുടെ ശരാശരി വിൽപ്പന 77,000 ലിറ്ററായി വർദ്ധിപ്പിച്ചു എന്ന് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഫാദർ ജോസ് മൂർക്കാട്ടിൽ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി. ജനുവരി 22 വൈകുന്നേരം 5 മണിക്കാണ് സമാപന സമ്മേളനം മെയിനായിട്ടുള്ള സമ്മേളനം നടത്തുക. സിർ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ പിതാവാണ് അത് ഉദ്ഘാടനം ചെയ്യുന്നത്. ആഫിമിൻ്റെ മാർ ജോർജ് മടത്തിക്കണ്ടത്തിൽ പിതാവ്, മാർ ജോർജ് പുന്നക്കുട്ടിൽ പിതാവ് അതിൻ്റെ കൂടെ ഉണ്ടായിരിക്കുന്നതാണ്. അതുപോലെ തന്നെ സഫാരി TV MD സന്തോഷ് ജോർജ് കുടങ്ങൽ സാറ് മുഖ്യ അതിഥിയായിട്ടാണ് ഇതിൽ പങ്കെടുക്കുക. ഇതിൽ കർഷകരെ ആദരിക്കുന്നുണ്ട്. അത് കർഷകരെ ആദരിക്കുക എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് 42ഓളം സൊസൈറ്റികളുണ്ട്. ആ സൊസൈറ്റിയിൽ ഏറ്റവും ബെസ്റ്റായിട്ട് പാലളന്ന കർഷകരെയും അതുപോലെ ഏറ്റവും ബെസ്റ്റായിട്ട് പാലളന്ന സൊസൈറ്റികളെയും ഗുണമേന്മയുള്ള പാലളന്നവരെയും ഞങ്ങൾ ആദരിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഞങ്ങളൊരു വീട് പണിത് കൊടുക്കുക, 7 വീട് ഞങ്ങൾ പണിത് കൊടുത്തു. 8ാമത്തെ വീട് പണിത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെയും താക്കോൽദാനം ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. ഇതാണ് മെയിനായിട്ട് പരിപാടികൾ. ഇതിനു മുമ്പ് 25 വർഷമായിട്ട് ഇതിനെ സഹായിച്ച അതുകൊണ്ട് ഇതിൻ്റെ പ്രവർത്തനത്തിൽ കൂടി ഉണ്ടാകുന്ന എല്ലാവരെയും ആദരിക്കുന്ന ഒരു പരിപാടിയായിട്ടാണ് ഞങ്ങളിത് സംഘടിപ്പിച്ചിരിക്കുക. 24-ാം തീയതി ശനിയാഴ്ച ഞങ്ങളുടെ സ്റ്റാഫിൻ്റെ ഫാമിലി ഗ്യാതറിങ് വെച്ചിട്ടുണ്ട്. അതിൽ എല്ലാ സ്റ്റാഫിനെയും ആദരിക്കുന്ന ഒരു പരിപാടിയാണ് ഞങ്ങൾ വെച്ചിരിക്കുക. അതിൽ സ്റ്റാഫിൻ്റെ എല്ലാ ഒരു വീഡിയോ പ്രസൻറ്റേഷനും അവരെ എല്ലാവരെയും അവരുടെ ഫാമിലിയോട് ചേർന്ന് ആദരിക്കുന്ന ഒരു പരിപാടിയും 24-ാം തീയതി വൈകുന്നേരം വെച്ചിട്ടുണ്ട്. അങ്ങനെ 2 ദിവസമായിട്ട് ഈ സിൽവർ ജൂബിലിയുടെ സമാപനം വെച്ചിരിക്കുകയാണ്. ജൂബിലി ആഘോഷ പരിപാടികൾ വ്യാഴാഴ്ച വൈകിട്ട് 5-ന് സമാപിക്കും. ജൂബിലി വർഷത്തിൽ പ്രൊഫഷണൽ കോഴ്സുകൾ പഠിക്കുന്ന ക്ഷീര കർഷകരുടെ മക്കൾക്ക് 25,000 രൂപ സഹായം ഉൾപ്പെടെ സ്പെഷ്യൽ ഇൻസെന്റീവുകളും സഹായ പദ്ധതികളും നൽകി വരുന്നതായും ഭാരവാഹികൾ വ്യക്തമാക്കി. കോതമംഗലം രൂപത അധ്യക്ഷൻ മാർ ജോർജ് മടത്തിക്കണ്ടത്തിൽ രക്ഷാധികാരിയായിട്ടുള്ള ഡയറക്ടർ ബോർഡിന്റെ കീഴിലാണ് ഈ സ്ഥാപനം പ്രവർത്തിക്കുന്നത്. മോൺസിഞ്ഞർ ഡോക്ടർ പയസ് മലേക്കണ്ടത്തിൽ, ഫാദർ ജോസ് മൂർക്കാട്ടിൽ എന്നിവരാണ് നേതൃനിരയിലുള്ളത്. ആധുനിക സംവിധാനങ്ങളുള്ള മിഷനറികളുടെ സഹായത്തോടെ പ്രവർത്തിക്കുന്ന ഇവിടുത്തെ പാൽ ഉൽപ്പന്നങ്ങൾ ഭൂരിഭാഗം ജില്ലകളിലും വിപണനം നടത്തുന്നുണ്ട്. ജോഷി കുര്യാക്കോസ്, ഫീൽഡ് ഓഫീസർ KP ഈപ്പൻ, മാർക്കറ്റിംഗ് മാനേജർമാരായ ടിബിൻ ജോൺ, ആൽബിൻ ജെയിംസ് തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ഞങ്ങളുടെ കോതമംഗലം രൂപത സ്റ്റാർട്ട് ചെയ്തതാണ്. ഇത് ക്ഷീര കർഷകർക്ക് ഉന്നമനം ലക്ഷ്യം വെച്ചുകൊണ്ട് സ്റ്റാർട്ട് ചെയ്തതാണ്. ഇതിൻ്റെ അകത്ത് നമ്മൾ 3 സൈസ് പാക്കറ്റ് പാലുകളാണ്. ഒന്ന് ഹോമോജീനിയസ്ഡ് ടൂണ്ട് പാലുണ്ട്, രണ്ടാമത് ടൂണ്ട് മിൽക്കുണ്ട്, മൂന്നാമത് സ്റ്റാൻഡേർഡ് മിൽക്കുണ്ട്. അങ്ങനെ 3 സൈസ് പാക്കറ്റ് പാലുകൾ. പിന്നെ തൈരുണ്ട്, അതുപോലെ തന്നെ സംഭാരമുണ്ട്, അതുപോലെ യോഗട്ടുണ്ട്, പിന്നെ ഗീ ഉണ്ട്. ഇത്രയും പ്രോഡക്റ്റുകളാണ് ഞങ്ങളിവിടെ നിന്ന് ഞങ്ങൾ ഉൽപ്പാദിപ്പിക്കുക. ഗുണമേന്മയുള്ള പ്രോഡക്റ്റുകളാണ്. നല്ല കർഷകരിൽ നിന്ന് ഗുണമേന്മയുള്ള പാലെടുത്തിട്ട് അതിൽ നിന്നാണ് ഞങ്ങൾ ഈ പ്രോഡക്റ്റുകളെല്ലാം ഉൽപ്പാദിപ്പിക്കുന്നത്. അത് എല്ലാ ഗുണഭോക്താക്കളിലും എത്തിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം വെച്ചിരിക്കുക. ഇതിൻ്റെ ലാഭവിഹിതങ്ങളൊക്കെ കൂടുതൽ ഞങ്ങൾ ക്ഷീരകർഷകരുടെ ഉന്നമനം ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. ക്ഷീരകർഷകരുടെ LKG മുതൽ +2 വരെ പഠിക്കുന്ന കുട്ടികൾക്ക് പഠന സഹായമായിട്ട് 2,500 രൂപ, പിന്നെ കൊട, ബാഗ് എന്നിവ കൊടുക്കുന്നുണ്ട്. പ്രൊഫഷണൽ കോഴ്സുകൾ പഠിക്കുന്ന കുട്ടികൾ ക്ഷീരകർഷകരുടെ ഉള്ളവർക്ക് 35,000 രൂപയുടെ സ്കോളർഷിപ്പ് കൊടുക്കുന്നുണ്ട്. ഈ വർഷം ഞങ്ങളത് എല്ലാ ക്ഷീരകർഷകരുടെയും മക്കൾക്ക് പ്രൊഫഷണൽ കോഴ്സുകൾ പഠിക്കുന്നവർക്ക് 25,000-ൻ്റെ ഒരു പഠന സഹായമാണ്. എല്ലാ വർഷവും പ്രൊഫഷണൽ കോഴ്സ് സ്കോളർഷിപ്പ് ആണെങ്കിൽ ഈ വർഷം പഠന സഹായമായിട്ടാണ് ഞങ്ങൾ കൊടുക്കുക. ന്യൂസ് ഡെസ്ക് മീഡിയ 60 കോതമംഗലം.